എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്ന രീതിയെ പറ്റിയാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ മലബന്ധം കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ മലബന്ധം ഇല്ലാതെ ആവണമെങ്കിൽ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളിലൊക്കെ 3 ദിവസം 4 ദിവസം വരെ നമ്മൾ ടോയ്ലറ്റിൽ പോവാത്ത കുട്ടികളുണ്ട്. പിന്നെ അവർ കഴിക്കുന്നത് ബീഫും പൊറോട്ടയൊക്കെയാണ്, മൈദ. അതൊക്കെ മലബന്ധത്തിന് നല്ല മലബന്ധം ഉണ്ടാക്കും. അപ്പം നമ്മൾ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പ് സംസാരിച്ചത്, ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ പ്രകൃതി ചികിത്സയിൽ എനിമ ചെയ്യുന്ന പരിപാടി, എനിമ ചെയ്യുന്ന ഇതുണ്ട്, മലബന്ധം ഒഴിവാക്കാൻ. എനിമ ചെയ്യാന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാരും ഞാൻ കാണാറുണ്ട്. പേടിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ സ്ത്രീകൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ആ പ്രസവം ഓപ്പറേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയം എടുക്കുമ്പോൾ എനിമ ചെയ്യാറുണ്ട്. അത് നമ്മൾ എല്ലാ ഹോസ്പിറ്റലുകളും ചെയ്യുന്നതാണ് എനിമ. അത് കെമിക്കലാണ്. നമ്മുടെ ഇതിൽ ചൂടുവെള്ളം പച്ചവെള്ളം മാത്രമേ ഉള്ളൂ, പ്രകൃതിദത്തമായ അത് രീതിയിലാണ്. അപ്പോൾ ആ എനിമ ഭാഗത്തുനിന്നും വേണ്ടവരൊക്കെ സമീപിക്കുക. മലബന്ധം എന്ന് പറഞ്ഞ ഒരു കേസ് അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ പോലും അവർക്ക് ശരിക്കും വയറ്റുന്ന് പോയില്ലെങ്കിൽ അത് വളരെ വലിയ ബുദ്ധിമുട്ടാവും. അസ്വസ്ഥത അത്ര അധികമുണ്ട്. നമ്മുടെ നാട്ടിൽ ചൊല്ലില്ലേ, നാട് തടുത്താലും മൂട് തടുക്കാൻ പറ്റില്ല എന്ന് പറയണല്ലേ. അതിന് നമ്മൾ നാണിക്കേണ്ട ഒരു കേസില്ല. നമ്മളിപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോയി മലബന്ധം ഉണ്ടെങ്കിൽ മലബന്ധം ഉണ്ട്, എത്ര ദിവസമായി പോയിട്ട്, അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ. ലൂസായിട്ടാണോ പോണത്, ടൈറ്റായിട്ടാണോ പോണത് എന്നൊക്കെ ചോദിക്കാറില്ലേ. അപ്പോൾ അതിൽ നമ്മൾ നാണം വിചാരിക്കില്ലല്ല. നമുക്ക് ഭംഗിയായിട്ട് ജീവിക്കാൻ അത് എല്ലാവർക്കും ആവശ്യമാണ്. അപ്പം മലബന്ധത്തിനെ പറ്റിയിട്ടുള്ള എനിമപാത്രം വേണമെങ്കിൽ സമീപിക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഭക്ഷണം ചവച്ചരക്ക് കഴിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പറഞ്ഞത് മലബന്ധത്തിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളൊരു കാര്യം കൂടിയാണ്. മലബന്ധമാണ് എല്ലാ അസുഖത്തിൻ്റെയും തുടക്കം. അത് നമ്മൾ കറക്റ്റായിട്ട് സ്വീകരിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. നന്ദി, നമസ്കാരം.